വളരെ അപകടം പിടിച്ച ഒരു യാത്രയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ. ഒരുപക്ഷെ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരാം. കാരണം നിനക്ക് നിൻ്റെ പണി നോക്കിയാൽ പോരെ, നീ ആരും നല്ലവനായ ഉണ്ണിയാണോ എന്നൊക്കെ ചോദിച്ച് കമൻറ്റുകൾ വരാം. കുഴപ്പമില്ല, നമ്മളത്ര നല്ലവനായ ഉണ്ണിയൊന്നും അല്ലെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ നമ്മളിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് വളരെ അപകടം പിടിച്ചൊരു യാത്രയാണ്. കാരണം എന്ന് വെച്ചാൽ ആ വണ്ടി ഓൾറെഡി ലോഡ് കയറ്റാനുള്ള വണ്ടിയാണ്. അത് ഗുഡ്സ് കാരിയർ വണ്ടിയാണ്, അതൊരിക്കലും പാസഞ്ചർ വണ്ടിയല്ല. അപ്പോൾ അതിനകത്ത് ഈ ആളെ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. അതൊന്നാമത്തെ ഫൈനാണ്, പെറ്റി കിട്ടും. എങ്കിലും ഇത് സേഫ്റ്റി വെച്ച് നോക്കുവാണെങ്കിൽ വളരെ അപകടം പിടിച്ച യാത്രയാണ്. കാരണം ചിലപ്പോൾ അവർക്ക് ഒരു 500 മീറ്ററോ 600 മീറ്ററോ ഒക്കെ പോകാൻ കാണത്തുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഈ പറയുന്ന ഇങ്ങനെ ഇരുന്ന് പോയി കഴിയുമ്പം ആ വണ്ടി വല്ല ഗട്ടറിലോ ഹമ്പിലോ ചാടുന്ന സമയത്ത് ബാലൻസ് ചെയ്ത് താഴെ വീണ് കഴിഞ്ഞാൽ സംഭവിച്ചേക്കാവുന്ന അപകടത്തിൻ്റെ ഒരു കാര്യമാണ് ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മറിഞ്ഞു കഴിഞ്ഞിട്ട് പിറകിൽ പോകുന്ന വണ്ടി വന്ന് തട്ടിയാലും അപകടം ഉണ്ടാവും. അതുപോലെ മറിഞ്ഞ് വേറെ റൈറ്റ് സൈഡിലൊക്കെ വീണ് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ചിലപ്പോൾ എപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ അതും വലിയൊരു പ്രശ്നമാവും. അപ്പോൾ എന്തുകൊണ്ടും അപകടം പിടിച്ച യാത്രകൾ കഴിവതും ഒഴിവാക്കും. അല്ലെങ്കിൽ പിന്നെ വണ്ടിയുടെ പ്ലാറ്റ്ഫോമിനകത്തിരുന്നാൽ പോകുന്നെങ്കിൽ പോലും കുറച്ച് സേഫ്റ്റി ആണെന്ന് നമുക്ക് പറയാം. ഇത് പ്ലാറ്റ്ഫോമിനകത്തിരുന്നല്ല പോകുന്നത്. കാരണം അതിൽ ലോഡുണ്ട്, പിന്നെ വണ്ടിയുടെ സൈഡിലിരുന്നാണ് പോകുന്നത്. അത് എപ്പോൾ വേണമെങ്കിലും റോഡിലേക്ക് തെറിച്ച് വീഴാം. ഒരു അപകടം ഉണ്ടാകുന്നതിനേക്കാളും നല്ലതാണ് ഒരു അപകടം ഉണ്ടാവാതെ അല്ലെങ്കിൽ ഒരു അപകടം വരാതെ സൂക്ഷിക്കുന്നതാണ് നമ്മുടെ കഴിവ്. അങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ അപകടങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, വരാനുള്ളത് വരും, അത് വഴിയിൽ തങ്ങില്ല എന്നാണ്. ഓട്ടോ വിളിച്ചാലും വരും. എങ്കിലും ഇതൊക്കെ മനഃപൂർവ്വം വിളിച്ചു വരുത്തുന്ന അപകടങ്ങളാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ.